ക്രിസ്തുവിന് ശേഷമെന്നും മാറ്റി എഴുതിയ മനോഹരമായ ഒരു വചനമില്ല. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 35-ാം തിരുവചനം. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന ശക്തി നിന്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പരിശുദ്ധ അമ്മ സ്വീകരിച്ചപ്പോൾ ചരിത്രം വഴിമാറുകയാണ്. ക്രിസ്തുവിന് മുൻപ് ക്രിസ്തുവിന് ശേഷം എന്ന രീതിയിലേക്ക് ചരിത്രം മാറ്റപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, വളരെ ശക്തിയുള്ള ഒരു അഭിഷേക വചനമാണ് കേട്ടോ. കേവലം ഒരു സാധാരണ സ്ത്രീയായിരുന്ന മറിയം ഈ വചനം തന്റെ ജീവിതത്തോട് ചേർത്ത് വെച്ചപ്പോൾ പരിശുദ്ധ അമ്മ എന്ന തലത്തിലേക്ക് മറിയത്തിന്റെ ജീവിതം മാറുകയാണ്. നിന്റെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ, ഈ വചനം നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ മറ്റൊരു തലത്തിലേക്ക് ദൈവം നമ്മളെ കൈപിടിച്ചുയർത്തുമെന്നതിൽ യാതൊരു സംശയമില്ല. കാരണം അത്രത്തോളം ശക്തിയുള്ള ജീവനുള്ള ഒരു വചനമാണ് ലൂക്കാസ് സുവിശേഷം 1:35. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പരിശുദ്ധമ്മയുടെ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിരുന്നു ഈ വചനം കേട്ടോ. ഇതെല്ലാം എങ്ങനെ സംഭവിക്കും? പ്രിയമുള്ളവരെ, നമ്മുടെ ഈ മനസ്സിൽ ഒത്തിരി അധികം ആകുലതകൾ നിറയ്ക്കുന്ന ഒരു ചോദ്യം, എന്റെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള വഴി ഇതെല്ലാം എങ്ങനെ നടക്കും? ഭവനത്തിന്റെ സാമ്പത്തിക പ്രതികൂല സാഹചര്യങ്ങൾ എങ്ങനെ മാറും? മക്കളെ കുറിച്ചുള്ള ഭാവിയെ കുറിച്ചുള്ള ആകുലതകൾ എന്തെല്ലാം എങ്ങനെ സംഭവിക്കും? ഇതെല്ലാം എങ്ങനെ സംഭവിക്കും? അപ്പോൾ ഇപ്രകാരം നമ്മുടെ മനസ്സിന് ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുടെ മുൻപിൽ നമ്മൾ നിൽക്കുമ്പോൾ പരിശുദ്ധ അമ്മയെ ശക്തിപ്പെടുത്തിയ, ഈ ലോകത്തിന് രക്ഷകനെ പകർന്നു നൽകുവാൻ പാകത്തിന് പരിശുദ്ധ അമ്മ സ്വീകരിച്ച ഒരു വചനമിത നമ്മുടെ ജീവിതത്തെ അടിമുടി മാറ്റുന്ന വചനമിത. നിന്റെ ജീവിത പ്രതിസന്ധി ഏതാണെങ്കിലും അതിനെ മാറ്റി എഴുതി നിന്റെ ജീവിതത്തിന് തന്നെ പുതിയൊരു ചരിത്രം കുറിക്കുന്ന, പുത്തൻ അഭിഷേകത്തിലേക്ക് നയിക്കുന്ന അഭിഷേക വചനം ഈ ആത്മാഭിഷേകം ശുശ്രൂഷയിലൂടെ ദൈവം നമുക്ക് പകർന്നു നൽകുകയാണ്. ലൂക്ക 1:35. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഈ വചനം നമ്മിൽ മാംസം ധരിക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളെ, യാചനകളെ ദിവികാരണീശോടെ സന്നിധിയോട് നമുക്കൊന്ന് ചേർത്ത് വെക്കാം. ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും